പ്രത്യേകിച്ച് UK, കാനഡ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ റേസിസം അനുഭവപ്പെടുന്നതായിട്ട് നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പെരുമാറ്റം തന്നെയാണ് പലപ്പോഴും അവിടുന്ന് ആ രാജ്യത്ത് നിന്ന് അടിച്ച് പുറത്താക്കാൻ, മറ്റൊരു രാജ്യത്ത് നിന്ന് അവരുടെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കൾച്ചറുകൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ പലപ്പോഴും അനാർക്കി, അരാജകത്വമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും UK എനിക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അവർക്ക് ഒന്നാമത് മീശ ഇഷ്ടമല്ല. ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആണുങ്ങളെയാണ് അവർക്ക് പ്രധാനമായിട്ടും ഇഷ്ടം. അങ്ങനെ പല പ്രെജുഡിസുകളുണ്ട്. മീശ വെച്ചവരെല്ലാം കള്ളന്മാരാണെന്നുള്ള പ്രെജുഡിസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യൂ പാലിക്കത്തില്ല, നമ്മൾ ഇടിച്ചു കയറി ഒരു പൊതുസ്ഥലത്ത് ഉറക്കെ സംസാരിക്കും. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഞാനൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഉർസല എന്ന് പറയുന്ന പ്രൊഫസർ എന്നെക്കുറിച്ച് എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, സ്പൂൺ ആൻഡ് ഫോർക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത്, പ്ലേറ്റിൽ എങ്ങനെയാണ് വെക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ട്രെയിനിങ് എന്നിട്ടാണ് നമ്മൾ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം അവരിൽ ഒത്തിരി അരാജകത്വം ഉണ്ടാക്കും. മറ്റവിടെ ചെന്ന് ആ കൺട്രി ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം അതൊരു ത്രട്ടണിങ് ആയിട്ട് തോന്നും. പിന്നെ സൗണ്ടിൽ സംസാരിക്കുന്നത്, അവർ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് UK ഉള്ള രാജ്യങ്ങളൊക്കെ ജനസംഖ്യ കുറഞ്ഞതായതുകൊണ്ട് പലപ്പോഴും അവർക്ക് അവരുടേതായ പ്രൈവസി, ഒരുപാട് ജനക്കൂട്ടത്തിൻ്റെ കൂടെ ജീവിക്കാത്ത അനുഭവ പരിജ്ഞാനമില്ല. നമുക്ക് ഇന്ത്യക്കാരെന്ന് പറയുന്നത് നമുക്ക് എവിടെയും കിടക്കാം, എങ്ങനെയും ജീവിക്കാം. ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നമ്മൾ ജീവിച്ചു വരുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മറ്റു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഇവിടുത്തെ അതേ കൾച്ചറിൽ, പക്ഷേ അവിടെയൊക്കെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ്. അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം കുറേ നോക്കുന്നുണ്ട്. പബ്ലിക് പ്ലേസിലൊക്കെ വരുമ്പോഴും അവർ സ്വന്തം കാര്യമാണ്. അവിടെ ലണ്ടൻ റെയിൽവേയിൽ തന്നെ നമ്മൾ സഞ്ചരിച്ച അവിടെ ഒരു മനുഷ്യനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടോ പബ്ലിക്കിൽ സംസാരിക്കുന്നതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മളിപ്പോൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കും. നമ്മുടെ പല പെരുമാറ്റങ്ങളും, അതുപോലെ നമ്മുടെ വസ്ത്രധാരണ രീതികൾ അവർക്ക് പിടിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ഇടിച്ചു കയറുന്ന സംഭവങ്ങൾ അവർക്ക് പിടിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം ഒരു രാജ്യത്ത് വരുമ്പോൾ അതിൻ്റേതായ കൾച്ചറൊക്കെ പഠിച്ച് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇത് നയിച്ചു കൊടുത്തതല്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിലൊക്കെ അവിടെ പെരുമാറാനും ഒക്കെ നമുക്ക് കഴിയത്തുള്ളൂ. ആ രാജ്യത്തിൻ്റേതായ കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ ഒത്തിരി അനാർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ അവിടുത്തെ ജനങ്ങൾ നമുക്ക് എതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ആദ്യകാലത്ത് തന്നെ വെള്ളക്കാർക്ക് നമ്മളോടൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. വർണ്ണവിവേചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡെമോക്രാറ്റിക് പോലെ ഒരു വിശ്വത്തിൽ ഇപ്പോൾ അതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ അവർ അടക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതൊക്കെ വർണ്ണപരയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. സന്തോഷ് ജോർജുള്ളവർ തന്നെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് അവർ എല്ലാവരുടെ കൂട്ടത്തോടെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ആ രാജ്യത്ത് ചെല്ലുമ്പം അടങ്ങി ഒതുങ്ങി മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് പബ്ലിക് പ്ലേസിലൊന്നും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ ഒരു അനാർക്കിയും കൂടാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ UK വിപ്ലവം പൊട്ടി തുടങ്ങി, കാനഡയിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവിടെ ചെന്ന് കുടിയേറാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം അത് ദോഷമാണ്. ഇന്ത്യക്കാരിൽ ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചാൽ തന്നെ അത് മൊത്തത്തിൽ ഇന്ത്യക്കാരെ മൊത്തത്തിലങ്ങ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പോകുന്നവർക്ക് ഇതൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. ആ രാജ്യത്തിൻ്റെ കൾച്ചർ ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്.